ഹലോ അമീഗോസ്, ഇതെന്റെ ആദ്യത്തെ ട്രാവൽ വ്ലോഗാണ്. നമ്മളിന്ന് പോകുന്നത് കർണാടകയിലെ ഫേമസ് ആയ കുത്തിരിമുഖ നാഷണൽ പാർക്കിന്റെ ഭാഗമായിട്ടുള്ള മാണിക്യപ്പെട്ട എന്നൊരു ട്രക്കിലാണ്. ഒരു മൺസൂൺ ട്രക്കിന് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ബുക്ക് ചെയ്തിരുന്നത് വാലിക്കുഞ്ച എന്ന ട്രക്കായിരുന്നു. പിന്നെ മഴ കാരണം ഇത് ക്ലോസ് ചെയ്തുകൊണ്ട് പോയത് മാണിക്യപ്പെട്ടയിലേക്ക്. കർണാടകയിലെ മിക്ക ട്രക്കുകളും അരണ്യവിഹാര എന്ന വെബ്സൈറ്റിൽ കയറി മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ഞങ്ങൾ രാവിലെ 6:30 തന്നെ ശൃംഗേരി ബസ് സ്റ്റാൻഡിലെത്തി. ഒരു ചെറിയ ടൗൺ ആണ് ശൃംഗേരി. അടുത്തുള്ള അമ്പലത്തിന്റെ അടുത്ത് ATM ഉണ്ട്. അവിടെ പോയി കുറച്ച് ലിക്വിഡ് ക്യാഷ് എടുത്തു. ശൃംഗേരിയിൽ നിന്ന് 27 കിലോമീറ്റർ ഉണ്ട് ട്രക്കിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്. 7:15 അവിടേക്കുള്ള ആദ്യത്തെ ബസ്. വെബ്സൈറ്റിൽ SK ബോർഡാണ് ട്രക്കിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥ സ്റ്റാർട്ടിംഗ് പോയിന്റ് കേരക്കട്ടെ എന്ന വില്ലേജാണ്. ഇതറിയാതെ ഞങ്ങൾ SK ബോർഡറിലെത്തി തിരിച്ചു നടക്കേണ്ടി വന്നു. ഇടയ്ക്ക് വെച്ച് ഒരു ലിഫ്റ്റ് കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യം. ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് തന്നെയായിരുന്നു കേരക്കട്ടെ ഫോറസ്റ്റ് ഓഫീസ്. ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾ ബുക്കിംഗ് ID എല്ലാം വെരിഫൈ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റും ഒരു ചായയും കുടിച്ചിരുന്നു. ഫ്രഷ് ആവാനുള്ള സൗകര്യമെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. മഴ ഒന്ന് കുറഞ്ഞു തുടങ്ങി. അപ്പോഴേക്കും എല്ലാ ഗ്രൂപ്പും വന്നിരുന്നു. ടോട്ടൽ 41 പേർ, പിന്നെ 4 ഗൈഡുമാരും. ഞങ്ങൾ ട്രക്കിംഗ് ആരംഭിച്ചു. കുറച്ചു ദൂരം റോഡായിരുന്നു, പിന്നീട് ഒരു കാട്ടുപാതയായി, ഒരു ജീപ്പ് പോവാൻ പറ്റുന്ന വഴി. ചുറ്റും മഴക്കാടാണ്. കുറച്ച് വഴി പിന്നിട്ടപ്പോഴേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങി. എല്ലാവരും റെയിൻകോട്ട് ഇട്ടിരുന്നു. ഞങ്ങൾ നടക്കുന്ന വഴിയുടെ ഒരു വശം തുംഗഭദ്ര റിവറായിരുന്നു. അത് ഇങ്ങനെ കുത്തി ഒലിച്ച് ഒഴുകുകയാണ്. കൂട്ടത്തിലുണ്ടായിരുന്നവർ ഇടയ്ക്ക് നിർത്തി അട്ടകളുമായി അംഗം തുടങ്ങി. ഞാൻ എത്ര അട്ടകളെ കണ്ടിരിക്കുമെന്ന് പറഞ്ഞു പിന്നെയും നടന്നു. കുറച്ച് നടന്ന് കാലിലും വയറ്റിലും വേദന തോന്നി നോക്കിയപ്പോൾ പണി വാളിയെന്ന് മനസ്സിലായി. ഒരു കൂട്ടം അട്ടകൾ. പിന്നീട് വീഡിയോ എടുക്കുന്നതിലും അട്ടകളെ തട്ടിക്കടയുന്നതിലുമായി ശ്രദ്ധ മുഴുവൻ. വഴിയിൽ പല സ്ഥലത്തും മരങ്ങൾ വീണ് കിടന്നിരുന്നു. ഗൈഡ് അതെല്ലാം വെട്ടിമാറ്റി. ചില സ്ഥലത്ത് കാലിച്ചെളിയിൽ താന്നുപോയി. കാട്ടിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും വെള്ളം അരിവ് പോലെ വഴിയിലേക്ക് വരുന്നുണ്ടായി. മാണിക്യപ്പെട്ട ഒരു ചെറിയ ട്രക്കാണ്. വഴിയെല്ലാം കൃത്യമായി ഉണ്ട്. ഗൈഡിന്റെ ആവശ്യമില്ലെന്ന് തോന്നി. ചിലപ്പോൾ ഗൈഡ് ഫീക്ക് വേണ്ടിയാവാം. വെബ്സൈറ്റിലുണ്ടായിരുന്നത് 10 പേരടങ്ങുന്ന സംഘത്തിന് 1000 രൂപയാണ്. എന്നാൽ അത് ഇവിടെ വന്നപ്പോൾ 2 പേർക്ക് 1000 രൂപ വാങ്ങിച്ചു. ഒരേപോലത്തെ വഴിയിലൂടെയുള്ള നടത്തം കുറച്ച് ബോറിംഗ് ആയി തുടങ്ങി. സാധാരണ വ്യത്യസ്തമായ ടെറൈൻസ് ഒക്കെ ഉണ്ടാവുമായിരുന്നു. ചിലർ തിരിച്ചു പോകുന്നുണ്ട്. അട്ടയാണ് വില്ലൻ. ആദ്യമായി തോന്നുന്നു അവർ മൺസൂൺ ട്രക്കിന് വരുന്നു. ഞങ്ങൾ തുറസായ സ്ഥലത്തെത്തി. നല്ല മഴയും ഒപ്പം ശക്തമായ കാറ്റും. അപ്പോഴും അട്ടശല്യം അങ്ങനെ തന്നെയുണ്ട്.
കാട്ടിലൂടെയുള്ള നടത്തം കഴിഞ്ഞ് ഞങ്ങൾ ഒരു പുൽമേടിൻ്റെ മുകളിലെത്തി. ശക്തമായ മഴയും കാറ്റും. സൂചിമുനങ്ങൾ പോലെ മഴത്തുള്ളികൾ മുഖത്ത് കുത്തി. ദൂരെയുള്ള വ്യൂ കുറച്ചൊക്കെ കാണാൻ തുടങ്ങി. പച്ച പൊതിച്ച കുന്നുകൾ, കാറ്റിന്റെ ശക്തിയിൽ മരങ്ങളും പുല്ലും അവിടുന്ന് നോക്കി നിന്നു. കാറ്റ് വകവയ്ക്കാതെ ദൂരെയുള്ള മൊട്ടക്കുന്നുകൾ നോക്കി ഞങ്ങൾ നടന്നു. ചിലർ കുന്നിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിന്റെ ചുവട്ടിലിരുന്ന് ആസ്വദിക്കുകയായിരുന്നു. ഞങ്ങൾ നടന്ന ഒരു കുന്നിന്റെ ചുവട്ടിലെത്തി. ദൂരെ വേറൊരു മൊട്ടക്കുന്ന് കാണാമായിരുന്നു. മഞ്ഞ് മൂടി കിടക്കുന്നു. ഞങ്ങൾ അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ ഗൈഡ് പറഞ്ഞു, ഈ കാറ്റത്ത് അങ്ങോട്ട് പോകാൻ കഴിയില്ല, തിരിച്ചു പോവാമെന്ന്. തർക്കിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങളും തിരിച്ചു നടന്നു.
തിരിച്ചിറങ്ങുമ്പോൾ അട്ടകടി വീണ്ടും കൊള്ളണമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇറങ്ങിയത്. ഇതുപോലെ അട്ടകടി കിട്ടിയ ട്രക്ക് ഉണ്ടായിട്ടില്ല. മാണിക്കപ്പെട്ട സിമ്പിൾ ആയിട്ടുള്ള ട്രക്കായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സുമായും ഫാമിലിയുമായും വരാൻ പറ്റിയ ഇടം. കുതിരമുഖ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ ഒരുപാട് വേറെ നല്ല ട്രക്കുകളും. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർ പിന്നെയും പിന്നെയും വരുന്നൊരിടം. അത്രയ്ക്ക് മനോഹരമായ ഒരു പ്ലേസാണ് കുതിരമുഖ നാഷണൽ പാർക്ക്. മുൻപും ഞാൻ ഇവിടെ ട്രക്കിംഗ് വന്നു. ഒരുപാട് വാട്ടർ ക്രോസിങ്ങുകളും കണ്ണെത്താ ദൂരത്തകലെയുള്ള കുന്നുകളും നമുക്ക് കാണാം. വ്യൂസ് എല്ലാം കാണാൻ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഒക്ടോബർ നവംബർ മാസത്തിൽ വരുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച വ്യൂ ഒന്നും കിട്ടിയെന്ന് വരില്ല. ഇത്രയ്ക്ക് മഴയും കാറ്റും ഉണ്ടായിട്ടും ഡേഞ്ചർ അല്ലാത്തതുകൊണ്ടായിരിക്കാം മാണിക്കപ്പെട്ട ക്ലോസ് ചെയ്യാതിരുന്നത്. ഇവിടെ ഡ്രോണുകളും DSLR ക്യാമറയും അലൗഡ് അല്ല. ഗോപ്രോ നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ അതിനും ഗൈഡുമാർ സമ്മതിച്ചില്ല. ഈ ട്രക്കിങ്ങിൽ ഞാൻ ഏറ്റവും ആസ്വദിച്ചത് മുകളിലത്തെ കാറ്റും ആ മഴത്തുള്ളിയും തന്നെയാണ്. വെറുത്തു പോയത് അട്ടകളെയും. ഒരാൾക്ക് 500 രൂപയാണ് ട്രക്കിംഗ് ഫീ. ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് പേ ചെയ്യണം. തിരിച്ചിറങ്ങുമ്പോഴും മഴയും അട്ടകളും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അടുത്തത് ഏത് യാത്ര എന്ന് ചിന്തിച്ചാണ് ഞങ്ങൾ തിരിച്ചു നടന്നത്. യാത്രകൾ അവസാനിക്കുന്നു. നമുക്കിനിയും കാണാം.